ഇതെന്താ ഈ വീഡിയോയ്ക്ക് ഓഡിയോ ഇല്ലാതെ റീക്യാപ്പ് എന്ന് മാത്രം എഴുതി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് പാർട്ട് 2. പാർട്ട് 1 ഓഫ് Q&A വേറെ ഉണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇതിലേക്ക് വരാം. കാരണം അത് നിർത്തിയെടുത്ത് തന്നെ നമ്മളത് തുടങ്ങുകയാണ്. വലിയ വീഡിയോ ആയതുകൊണ്ട് രണ്ടാക്കി ഇട്ടുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വെൽക്കം ടു അപർണ വാലൂർ യൂട്യൂബ് ചാനൽ. Was it hard to leave your comfort zone? ഒരു ചോദ്യമാണിത്. സത്യം. കംഫർട്ട് സോൺ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 6 വർഷവും ഹോസ്റ്റലിലായിരുന്നു. സോ എനിക്ക് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് ഭയങ്കര എളുപ്പമുള്ള സാധനമായി വന്നിരുന്നു. ബട്ട് എന്നാലും പുതിയൊരു കൺട്രി, കാരണം ഇവിടുന്ന് നമ്മൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊരു വലിയൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണ്. കാരണം നാട്ടിലൊക്കെയാണ്, ഹോസ്റ്റലാണെങ്കിൽ ഫുഡൊക്കെ പ്രൊവൈഡ് ആണ്, വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് പഠിക്കുക, കോളേജിൽ പോകാൻ തിരിച്ചു വരിക. ഇവിടെ ആകുമ്പോൾ നമ്മളെല്ലാം നോക്കണം, നമ്മൾ സെൽഫ് ഒരു വീട് തന്നെ നോക്കുന്നത്, അതൊരു ഭയങ്കര കംഫർട്ട് സോൺ ബ്രേക്കിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആദ്യം ചെറിയ പാടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സിങ്കും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു വീടിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഈവൻ അഡ്ജസ്റ്റിംഗ് ടു ഓസ്ട്രേലിയ വാസ് കൈൻഡ് ഓഫ് വെരി ഈസി. അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല. എനിക്കെന്ന് പറയുമ്പം റൂംമേറ്റ് സ്ട്രഗിൾസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ. സോ ഇവിടെ കിട്ടിയപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ് ആ കാര്യത്തിൽ. സോ എനിക്ക് കംഫർട്ട് സോൺ വരികയാണ് ചെയ്തത്. ഞാൻ ഇതിന് മുന്നേ കംഫർട്ട് സോൺ അല്ലായിരുന്നു ആ കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലാണെങ്കിലും, ഞാൻ രണ്ടാമത്തെ കുട്ടിയാണ്, എനിക്കൊരു ചേട്ടനാണുള്ളത്. അപ്പോൾ എനിക്ക് ഫാമിലിയിലൊക്കെ ആണെങ്കിൽ വളരെ ഫുഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല. ആൻഡ് മൈ പേരൻസ് വർ ദാറ്റ് സപ്പോർട്ടീവ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടന്നു പോയിരുന്നു. ബാംഗ്ലൂർ ആയിരുന്ന സമയത്തും നമുക്ക് ഓർഡർ ചെയ്യാം, സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി ഓർഡർ ചെയ്യും, രാവിലെ ഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ്. പിന്നെ ഞാൻ കമ്പനിയിലായിരുന്ന സമയത്ത് അവിടെ ഫുഡ് കിട്ടുമായിരുന്നു. സോ അതും അത്യാവശ്യം നല്ലൊരു ഫുഡും കിട്ടും, വലിയ എക്സ്പെൻസും ഇല്ലായിരുന്നു. അപ്പം സുഖമായിട്ട് പോകുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ 3 നേരം കുക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അസൈൻമെൻറ്റ് പരീക്ഷ എഴുതണം, ഇടയിൽ കൂടെ പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കിട്ടി റിജക്ഷൻ വരും, അതിൻ്റെ കാര്യങ്ങൾ ഇമോഷണലി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അല്ലാതെയുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ, വീട്ടിലേക്ക് വിളിക്കുമ്പം വീട്ടിൽ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ ഇമോഷണൽ പ്രശ്നം, അങ്ങനത്തെ ഇമോഷണലി മെന്റലി ആൻഡ് ലൈക്ക് യുവർ ലൈഫ് ടു മൂവ് ഓൺ എന്നുള്ള ഒരു സീൻ ഉണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളോടും അതെനിക്കൊരു ഭയങ്കര ഇനീഷ്യൽ സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ എനിക്ക് നാട്ടിലാണെങ്കിലും ബിടെക് കഴിഞ്ഞിട്ട് ജോലി കിട്ടൽ കുറച്ച് ഈസി ആയിരുന്നു. എനിക്ക് വലിയൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ ആദ്യം തന്നെ 3 ജോലിയൊക്കെ കിട്ടി ചില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് റിജക്ഷൻ ഫേസ് ചെയ്യുന്നത് ഭയങ്കര പാർട്ട് ടൈം റിജക്ഷൻസ്. എന്റെ പൊന്നോ, രാവിലെ ഇമെയിൽ കാണും, ആ ഒരു റിജക്ഷൻ ഫേസ് ചെയ്യാൻ എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ട്. ഇവിടെ കാര്യത്തിൽ ഭയങ്കര മെന്റലി സ്ട്രോങ് ആയിരുന്നു. ഞാൻ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. എനിക്ക് അങ്ങനത്തെ കുറച്ച് കംഫർട്ട് സോൺ ഞാൻ എൻ്റെ ഓരോ പാളികളായിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതിന് പുറമെ എനിക്ക് ഇവിടെ പാട്ടിന്റെ പരിപാടി കിട്ടുവാണെങ്കിലും അത് മിസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കത് പോയേ പറ്റുള്ളൂ. അതിനനുസരിച്ച് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മളെന്താവും, ഹെൽത്ത് കേട്ട് വരും. അപ്പൊ ഹെൽത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനത്തെ കംഫർട്ട് സോൺ എനിക്ക് തോന്നുന്നു ഡെയിലി ബ്രേക്കിംഗ്. ഡെയിലി ഓരോ ദിവസവും പുതിയ ഇമോഷൻസ് ആണ്. ഓരോ സമയത്തിനനുസരിച്ച് രാവിലെ ഒരു ഇമോഷൻ, ഉച്ചയ്ക്ക് ഒരു ഇമോഷൻ, വൈകുന്നേരം ഇമോഷൻ, അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചില ജോലിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പുറത്താക്കും, അതിന്റെ ഒരു ഇമോഷണൽ. ഞാൻ ചില ജോലിയൊക്കെ ഒരുപാട് പ്രതീക്ഷയിലൊക്കെ പോയിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ മതി കഥകളുണ്ട്, കഥകൾ വരും. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് പോകും. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മളെ പിടിച്ച് പുറത്താക്കും. 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ പുറത്താക്കും. അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അങ്ങനത്തെ കുറച്ച് കാര്യം. കാരണം നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ പാർട്ട് ടൈമിന് ഇങ്ങനൊരു, മറ്റേ നമ്മൾ ബാക്കിയുള്ള ജോലികൾക്കൊക്കെ നമ്മൾ കുറെ കേട്ട് പരിചയമുണ്ട്. പാർട്ട് ടൈമിന്റെ ഈ ജാതി സ്ട്രഗിൾസ് ഞാൻ ആദ്യമായിട്ട് വന്നിട്ടാണ് ഫേസ് ചെയ്യുന്നത്. സോ ഇവിടെ വന്ന് ഫേസ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. നമുക്ക് പാർട്ട് ടൈം സീരിയസ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം, അതിനകത്ത് കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. ഒരു സീരീസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒരു പാർട്ട് ടൈമിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ഇത് നിൽക്കില്ല. പൊതുവെ ഇവിടെ വന്നവരാണെങ്കിലും എനിക്ക് അങ്ങനെ പല ഏരിയാസ്, പല പാർട്ട് ടൈം. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം കേട്ടോ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ഇങ്ങനെ ലൈഫ് ജേർണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡു യു മാനേജ് സ്ട്രെസ്, ഹോം സിക്നെസ് ആൻഡ് ഹൗ ഡു യു കീപ് ഗോയിങ് ത്രൂ യുവർ ടഫ് ഡേയ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇനീഷ്യൽ അക്കാഡമിക് ആൻസൈറ്റി എല്ലാം കൂടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഹാവ് യു ഫെൽറ്റ് ലൈക്ക് ഗിവിംഗ് അപ്പ്, തിരിച്ചു പോകാൻ തോന്നിയിട്ടുണ്ടോ? തിരിച്ച് പോകാൻ ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ആസ് ഓഫ് നൗ എനിക്ക് അങ്ങനെ വലിയ അക്കാഡമിക് പ്രഷർ തോന്നിയില്ല.
ഞാൻ ഒരു സബ്ജക്റ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സബ്ജക്ട്സ് നമുക്ക് അങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു സെമസ്റ്റർ 1 പറ്റുക. ആൻഡ് ദിസ് ഇസ് പെർട്ടിക്കുലർലി ഫോർ RMIT. എനിക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ കാര്യം അറിയില്ല. RMIT അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലോഡ് കുറയ്ക്കാം. അതെ, അപ്പൊ എന്റെ ലോഡ് ഇപ്പം കുറച്ച് കുറവായതുകൊണ്ട് എനിക്ക് അക്കാഡമിക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഫാമിലി മിസ്സിങ് അത് ഞാൻ പറയില്ലേ, 6 years ആയിട്ട് എനിക്കത് ശീലം ഉണ്ടോണ്ട് എനിക്കങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടായില്ല. പിന്നെ ഇതൊരു എന്താ പറയാ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ്. ഇതൊരു എൻ്റെ ലൈഫിൽ ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ചേഞ്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ എന്താണെങ്കിലും ഫേസ് ചെയ്യാം എന്നൊരു മെൻറ്റാലിറ്റിയോടെ ഞാൻ വന്നത്. സോ അത്ര വലിയ ഇഷ്യൂ ഉണ്ടാകുന്നില്ല. ഇടയ്ക്ക് ഓരോ ഇമോഷണൽ റോളർ കോസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് പോയി കിടന്ന് ഉറങ്ങി എണ്ണിക്കുമ്പോൾ സംഭവം ശരിയാവും. അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോൾ നാട്ടുകാരെയൊക്കെ കണ്ട് എല്ലാവരെയും വന്ന് വരുമ്പോൾ നമ്മൾ റെഡിയാവും. അല്ല പ്രത്യേകിച്ച് ഹാൻഡിൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലും അതങ്ങ് സോൾവ് ആവും. അത് പിന്നെ നമ്മുടെ മൈൻഡിൽ അത് വെച്ചിരിക്കത്തില്ല. അതുകൊണ്ട് നല്ലൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി രണ്ടാളും ഡീപ് ടോക്സിന്റെ ആളാണ്, ആൾക്കാരാണ്. അതുകൊണ്ട് ഡീപ് ടോക്സ് നടക്കുമ്പോൾ തന്നെ കുറെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി വരുന്നുണ്ട്. ഒരു എന്താ പറയാ, സേഫ് സോൺ അല്ല, എന്താ പറയാ, ഒരു ന്യൂട്രലൈസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ മെയിനായിട്ട് പാട്ട് പാടുകയാണ് ചെയ്യും, പാട്ട് പാടാറുണ്ട്, ഡാൻസ് കളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അതുകൊണ്ട് പുറത്ത് മെയിൻലി സിറ്റിയിലൊന്ന് പോയി വരുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷയുള്ള കൂമ്പാരം തന്നെ വരും. അതെങ്ങനെ അത് വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്താ, എനിക്ക് എൻ്റെ കാര്യം കോമഡി. എനിക്ക് ടഫ് ആകുമ്പോൾ മെൻ്റലി ഡൗൺ ആവും, ഹെൽത്ത് ഡൗൺ ആവും. അതിനിടയിൽ കൂടെ ആയിരിക്കും എന്തെങ്കിലും അസൈൻമെൻറ്റും കാര്യങ്ങൾ വരാം, അപ്പോൾ പ്രോഗ്രാം വരും. അങ്ങനത്തെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഞാൻ ഒറ്റ അടിക്ക് ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ അതെങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റണം. പ്ലസ് ഒരു കാര്യം അറ്റ് എ ടൈം ചിന്തിക്കാനുള്ളൊരു സംഭവം അത് ഞാനത് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കത് ഇല്ലായിരുന്നു. ഞാനിവിടെ വന്നിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. മെല്ലെ മെല്ലെ ഡെവലപ്പായി വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു സമയത്ത് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ ആ എക്സാം പൊട്ടും. അത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് വളരെ എന്താ പറയാ ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിന് ബാലൻസ് വരാൻ, മാനേജ് ചെയ്യാൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളതിന്റെ തുടക്കമാണ്. സോ ഞാൻ പറയുന്നു, മുന്നോട്ട് പോകുന്തോറും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് വെൻ ഡിഡ് യു സ്റ്റാർട്ട് യുവർ സിംഗിങ്, എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ പാടുമായിരുന്നു. ഞാൻ പഠിക്കാൻ തുടങ്ങിയത് 1ാം ക്ലാസ്സിലായിട്ടാണ്. പക്ഷെ ഞാൻ പല ടീച്ചേഴ്സിൻ്റെ അടുത്തായിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പം എനിക്ക് പ്രോപ്പറായിട്ടൊരു മ്യൂസിക് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് വൃന്ദ ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ കർണാട്ടിക് മ്യൂസിക് എന്താണെന്ന് മനസ്സിലാക്കുന്നത്, സത്യം പറഞ്ഞാൽ. കാരണം അതുവരെയും ഞാനിങ്ങനെ ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ട് എനിക്കൊരു പ്രോപ്പർ ബേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ വൃന്ദ ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങുന്നത് കീർത്തനം തൊട്ടാണ്. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ പല ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിച്ചിട്ട് കീർത്തനം തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജേണി ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ, മ്യൂസിക്കിന്റെ ജേണി ആയിട്ട് തന്നെ പറയാൻ കുറേ ഉണ്ട്. അപ്പം അത് എല്ലാം കൂടെ ഞാൻ ഇപ്പം പറഞ്ഞ ഈ വീഡിയോ അതുകൊണ്ട് പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 4ാം ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങി എന്ന് പറയാം. അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്ലസ് ടു അവിടെ ഒരു 10ാം ക്ലാസ് വരെ എന്തായാലും പഠിച്ചിട്ടുണ്ട്. +1 +2 എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ പഠിക്കൽ മാത്രമല്ലായിരുന്നു, ഞാൻ KVയിലാണ് എൻ്റെ സ്കൂളിംഗ് ഉണ്ടായിട്ടുള്ളത്. KVയിൽ എനിക്ക് ഇഷ്ടം പോലെ സ്റ്റേജസിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു. സോ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ നടന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ സൗണ്ട് മാറുന്ന സമയത്ത് ട്രാൻസിഷൻ, ആ സമയത്തൊക്കെ അത്യാവശ്യം കാര്യമായിട്ട് ഞാൻ നോക്കി ശ്രമിച്ച് കാര്യമായിട്ട് ഇരുന്ന് തന്നെ എന്താ പറയുക കഷ്ടപ്പെട്ട് ഡയറ്റും ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, തേരും കുരുമുളകും അതൊക്കെ കൂടുതൽ കഴിക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയുക ഉണ്ടാക്കിയെടുത്ത് എനിക്ക് ബേസിക്കലി ഒരു സ്കിൽ ഉണ്ടായിരുന്നു. അച്ഛൻ പാടും, അപ്പോൾ അങ്ങനെ എനിക്ക് സ്കില്ല് ബേസിക്കലി ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം പഠിക്കുന്നത് ഇങ്ങനെ പാട്ട് പഠിച്ചത് കൊണ്ട് മാത്രമായിട്ട് എനിക്ക് തോന്നണില്ല നമുക്കൊരു സിംഗർ ആവാൻ പറ്റുന്നുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം, ഹൗ ടു ഡെവലപ്പ് യുവർ മ്യൂസിക് സ്കിൽസ് എന്നുള്ളത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഭയങ്കരമായിട്ട് അറിയില്ല, എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ, പാട്ടിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ അതിനുശേഷം ആധികാരികമായിട്ട് ജോലി കിട്ടിയതിന് ശേഷം പഠിക്കണം എന്ന് തോന്നിയിട്ട് ഡിപ്ലോമ എടുത്തിരുന്നു. രേവ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു സ്ട്രക്ചേർഡ് എനിക്ക് ഇനി ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സുഖമായിട്ട് പറ്റും. അത് വിത്ത് എക്സ്പീരിയൻസ്, എൻ്റെ ബാക്കി എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിപ്പിക്കുമ്പം വേറെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ എന്നോട് ചോദിച്ചോ, ലൈക്ക് ഏതൊക്കെ ജോണേഴ്സിലുള്ള പാട്ടുകളോടാണ് ഇഷ്ടം, ഏതൊക്കെ ലാംഗ്വേജസ്, ഏതൊക്കെ എന്താ പറയുക
പാട്ടുകളാണ് എൻജോയ് ചെയ്യുക, ഏതൊക്കെ പാട്ടുകളാണ് പാടാൻ താല്പര്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൊണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല, എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്ലേലിസ്റ്റ് ഇല്ല. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു മ്യൂസിഷ്യനായിട്ട് പോലും എന്തുകൊണ്ടാണ് പ്ലേലിസ്റ്റ് ഇല്ലാത്തതെന്നുള്ളത്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വെറൈറ്റി ഓഫ് മ്യൂസിക്സ് കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി യൂട്യൂബ് പ്രീമിയം എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റിൽ വരുമ്പോഴുള്ള മ്യൂസിക്കില്ലേ, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കും. അതൊക്കെ അങ്ങനെ അങ്ങനത്തെ ചെറിയ ബ്രാൻഡുകളൊക്കെ ഉള്ളൊരു അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതൊക്കെ എനിക്ക് ആഡ് ഓൺ ആണ്. ഞാൻ മ്യൂസിക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇതൊക്കെ ആഡ് ഓൺ ആണ്. ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ വെറുതെ പ്ലെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മ്യൂസിക് മാത്രം കേൾക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. വഴിക്കൂടെ പോകുമ്പോൾ കേൾക്കുന്ന മ്യൂസിക് വരെ ഒരു ഇൻപുട്ടാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് പ്ലേലിസ്റ്റ് ഇല്ല. അതുപോലെ എനിക്ക് ഇന്ന ജോണറാണ് ഇഷ്ടം അങ്ങനെ പരിപാടിയേ ഇല്ല. ഞാൻ എല്ലാ ജോണറും കേൾക്കും, എല്ലാ ജോണറും ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ആർട്ട് എന്ന് പറയുന്നത് എനിക്ക് എക്സ്പ്രഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഒരാളെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോണർ എക്സ്പ്രസ് ചെയ്യുന്നതിനോട് മാത്രമാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലാതായി പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ഞാൻ എല്ലാ ജോണറും കേൾക്കാറുണ്ട്, എല്ലാ ജോണറും പാടാൻ ശ്രമിക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് നീതി പുലർത്തിക്കൊണ്ട് പാടുക എന്നുള്ള മാക്സിമം ഞാൻ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ ഒബ്വിയസ്ലി എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അടിച്ചുപൊളി പാട്ടുകളാണ്. അത് ഏത് ജോണർ എടുത്താലും അടിച്ചുപൊളി പാട്ടുകൾ. ഇംഗ്ലീഷിലും അടിപൊളി, മറ്റേ മലയാളത്തിലും അടിപൊളി, തമിഴിലും അടിപൊളി, തെലുങ്കിലും അങ്ങനെ എല്ലാത്തിലും അടിപൊളിയാണ് നമ്മുടെ മെയിൻ. കാരണം എൻ്റെ സ്ട്രെങ്ത് ഡാൻസും പാട്ടും കൂടെ ചെയ്യുന്നതാണ്. എനിക്ക് ഇൻസ്ട്രുമെൻറ്റും പാട്ടും കൂടെ വരുമ്പോൾ ഞാൻ കോൺഷ്യസ് ആവും. കോൺഷ്യസ് കൂടിയിട്ട് പാടുന്ന അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരും. എന്നാലും ഞാൻ പാടാറുണ്ട്. പക്ഷെ എൻ്റെ സ്ട്രെങ്ത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ലൈക്ക് അടിപൊളി പാട്ടുകളിലാണ്. കാരണം എൻ്റെ വോയിസ് ഭയങ്കര ബോൾഡായിട്ടുള്ള വോയിസാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ജോണറൊന്നുമില്ല, എല്ലാ ജോണറും കേൾക്കും, എല്ലാ ജോണറും പാടാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കേട്ടിട്ടത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളാണ് പറയേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ വിളിച്ചിട്ടുണ്ട് മ്യൂസിക്കും സ്റ്റഡീസും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാൻ മാത്രമൊന്നുമില്ല. എനിക്ക് എൻ്റെ സ്ട്രെസ് റിലീഫാണ് മ്യൂസിക്. പിന്നെ പഠിത്തം പറയുന്നത് ഈ പറയുന്ന മാതിരി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് ഇഷ്ടമാണ്, പഠിക്കാൻ ഇഷ്ടമാണ്, കോഡ് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ ഈ പറഞ്ഞ മാതിരി ചെക്കി പഠിപ്പിച്ച് ഒരു കരിയർ ഉണ്ടാക്കണം, ഇൻകം വേണം അങ്ങനെ ചെയ്യുന്നതല്ല. എനിക്ക് ആക്ച്വലി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രമിക്കാറില്ല. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് കോഡ് ചെയ്യാനും പിന്നെ എനിക്ക് ഈ പറഞ്ഞ പാട്ട് പറയാം. ഇത് രണ്ടും ഡാൻസ് എനിക്ക് ഇഷ്ടട്ടോ, ഡാൻസ് ചെയ്യലുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് നീറ്റേ പാട്ട് പാടുള്ളൂ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ച് രാത്രി 2 മണിക്കും പാട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കൂടെ റൂംമേറ്റ് കേട്ട് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ചില പ്രശ്നം, ചിലപ്പോൾ രാത്രി 40 അങ്ങനത്തെ സാധനങ്ങൾ വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഭയങ്കര ഫോഴ്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇതൊക്കെ വരുന്ന ഒരു ലൈഫാണ് എൻ്റെ വരുന്നത്. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്. ഹൗ ഡു യു മാനേജ് കുക്കിംഗ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഇവിടെ കുക്കിങ് കിട്ടും. ഇപ്പോൾ വളർന്നു വരുന്നൊരു കുക്കായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇതിനെ. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കുക്ക് ചെയ്യാൻ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ ക്ലീനിങ് അടിപൊളിയായിട്ട് പാഷനായിട്ട് ഭയങ്കര കാര്യമായിട്ട് അതിന് വേണ്ടി പാർട്ട് ടൈം ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഹോസ്റ്റലുള്ള റെക്കമെൻഡ് ചെയ്താൽ പോരെ, ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതെ, ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, വേറെ ഒരു ഹിസ്റ്ററി അല്ല. അങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ക്ലീൻ ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും. അത് അങ്ങനെ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. അത് ദൈവാധീനം കൊണ്ടും ഇങ്ങനെ വന്നതാണ്. പിന്നെ റൂംമേറ്റ് ഹണ്ടും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ലൈക്ക് ട്രാൻസിഷൻ ഫ്രം ഇന്ത്യ ടു ഓസ്ട്രേലിയ വീഡിയോ ചെയ്യാം. അതിനകത്ത് ഈ റൂംമേറ്റിനെ എങ്ങനെ ഹണ്ട് ചെയ്തു, വീട് എങ്ങനെ കണ്ടുപിടിച്ചു, കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു വീഡിയോ നല്ല വലുതായിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ഇത്രയും പാചകം അടിച്ചതിൽ എനിക്കറിയില്ല എത്രത്തോളം പേര് ഇത് കാണുമെന്നുള്ളത്. സോ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. സോ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതെ, സോ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഞങ്ങളുടെ വ്ളോഗ്സ് കാണാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു അസ്. സോ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണുന്നവരെയും ബൈ. അട്ടക്കാരാ കാത്തിരിക്കണേൻ, കാരാ അട്ടക്കാരാ കാത്തിരിക്കണേൻ. ഓ